Hello friends, welcome to Master Media YouTube channel. Adobe Illustrator ഈ ഒരു പാർട്ടിൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഏതാനും ചില സിംബൽസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. എന്താണ് സിംബൽസ് എന്നുള്ളതും ആ സിംബൽസിനെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം, അതോടൊപ്പം തന്നെ ആ സിംബൽസിനെ കൺട്രോൾ ചെയ്യേണ്ട കുറച്ച് ടൂൾസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ ടൂൾസിനെയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു പാർട്ടിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ ഇവിടെ സിംബൽ ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഒരുപാട് ടൂൾസുകൾ കാണാൻ സാധിക്കും. പക്ഷേ ഈ ടൂൾസ് ഓരോന്നായി നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സിംബൽ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വിൻഡോ മെനുവിൽ വന്നിട്ട് സിംബൽ എന്നിട്ടുള്ള ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുകയാണ്. ഷിഫ്റ്റ് കൺട്രോൾ F11 ആണ് അതിൻ്റെ ഷോർട്ട് കീ. സിംബൽ വിൻഡോ പാനൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഏതാനും ചില സിംബൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, അത് കൂടാതെ തന്നെ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ കൂടുതൽ വെറൈറ്റി സിംബൽസുകൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ടോപ്പിലെ റൈറ്റ് ബോറിൽ ക്ലിക്ക് ചെയ്ത് താഴെ വന്ന് ഓപ്പൺ സിംബൽ ലൈബ്രറിയിൽ നമുക്ക് കാണാം ഒരുപാട് സിംബൽസ് ഇതിൽ അവൈലബിൾ ആണ്. അതിൽ ഞാൻ ഫസ്റ്റിൽ കാണുന്ന 3D സിംബൽ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ 3D സിംബലിൻ്റെ വിൻഡോ ഓപ്പൺ ആയി. ഞാനൊന്ന് എൻലാർജ് ചെയ്യാം. സാധാരണ ഡിസൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള 3D ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സിംബൽസുകളാണ് ഈ ഒരു വിൻഡോയിലൂടെ അപ്പിയർ ആയിട്ടുള്ളത്. ഇനി എങ്ങനെ ഒരു പേജിലേക്ക് നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഫസ്റ്റ് കാണുന്ന ആരോ എന്ന പേരുള്ള ഈ ഒരു സിംബൽ സെലക്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് ആ പേജിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് വെച്ചു. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സ്കെയിൽ ചെയ്ത് നമുക്ക് റീസൈസ് ചെയ്യാം. സെയിം മെത്തേഡ് ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള മറ്റൊരു സിംബൽ കൂടി നമ്മളെ പേജിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ സിംബൽ ലൈബ്രറിയിൽ കാണുന്ന ഈ ഓരോ സിംബൽസിനെയും നമുക്കിതുപോലെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് 3D സിംബൽ കാറ്റഗറിയാണ്. ഇനി 3D അല്ല, മറ്റൊരു കാറ്റഗറിയിലേക്കാണ് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. സിംബൽസിൻ്റെ ടോപ്പ് റൈറ്റിലുള്ള ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ സിംബൽ ലൈബ്രറി, ഏകദേശം താഴെ ഭാഗത്തായിട്ടുള്ള ഓപ്പൺ സിംബൽ ലൈബ്രറിയിൽ അടുത്ത സിംബൽ കാറ്റഗറി സെലക്ട് ചെയ്യാം. ആരോസ് എന്ന പേരുള്ള ഒരുപാട് വെറൈറ്റി ആരോസുകൾ അടങ്ങിയിട്ടുള്ള ഒരു സിംബൽ ഗ്രൂപ്പാണിത്. നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് വരുന്ന ഒരു കാര്യമാണിത്. പ്രത്യേകിച്ച് മാപ്പുകൾ അതല്ലെങ്കിൽ സൈനേജുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ആരോസുകൾ വേണ്ടി വരും. അപ്പോൾ അതൊന്നും നമുക്ക് ടൈം എടുത്ത് വരച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് സിംബൽ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ പല ടൈപ്പിലുള്ള ആരോസുകൾ അവൈലബിൾ ആണ്. സോ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല വെറൈറ്റീസ് ആയിട്ടുള്ള സിംബലുകൾ ഈ സിംബൽ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. അതെല്ലാം തന്നെ ഇവിടെ ഓപ്പൺ സിംബൽ ലൈബ്രറിയിൽ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓരോ തവണയും നമ്മൾ സിംബൽ ലൈബ്രറിയിൽ പോയി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ ലോഡ് നെക്സ്റ്റ് സിംബൽ എന്നുള്ള ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സിംബൽ കാറ്റഗറിയിലേക്ക് പോകുന്നുണ്ട്. ഇനി അതല്ല പ്രീവിയസ് സിംബൽസിലേക്കാണ് പോകണമെങ്കിൽ തൊട്ട് ഇപ്പുറത്ത് തന്നെ അതിൻ്റെ പ്രീവിയസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുൻപ് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സിംബൽസിലേക്ക് അത് പോകുന്നുണ്ട്. സോ ഞാൻ കംപ്ലീറ്റ് കാറ്റഗറിയും 1 by 1 ആയിട്ട് പരിചയപ്പെടുത്തുന്നില്ല. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓരോന്നും 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യുക. അതിലടങ്ങിയിരിക്കുന്ന സിംബൽസ് ഏതാണെന്നൊക്കെ ഉള്ളതും നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻസിലേക്കൊക്കെ അത് യൂസ്ഫുള്ളായി വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി വെക്കുകയാണ് നല്ലത്. കാരണം നമ്മളത് മുഴുവനായിട്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ വീഡിയോ വല്ലാണ്ട് ലെങ്തി ആയി മാറും. ഇപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്ലവർ എന്നുള്ള ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മനസ്സിലാക്കേണ്ടത് ഈ സിംബൽസിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതുപോലെ അൺഗ്രൂപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് അതുപോലെ റീസൈസിങ് കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ സാധ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനായി ഞാനിവിടെ ഒരു ഫ്ലവർ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലൊരു 4ാമത്തെ ഓപ്ഷനായിട്ട് ബ്രേക്ക് ലിങ്ക് ടു സിംബൽ എന്നുള്ള ഒരു മെനു കാണാൻ സാധിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഗ്രൂപ്പ് കൊടുക്കുക. മുൻപ് നമ്മൾ അൺഗ്രൂപ്പ് പറഞ്ഞതാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരുപാട് ഗ്രൂപ്പുകൾ ചെയ്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല തവണയായിട്ട് നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഒരു 3-4 തവണ അൺഗ്രൂപ്പ് ചെയ്തപ്പോഴാണ് ഈ ഒരു ഫ്ലവർ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഫ്ലവറിൻ്റെ സെക്ഷൻ ഒരിക്കൽ കൂടി വീണ്ടും അൺഗ്രൂപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും അൺഗ്രൂപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഓരോരോ പീസായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഞാനിവിടെ അൺഡു ചെയ്തു. സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബ്രേക്ക് ചെയ്ത് കാണിച്ചത്. ഇനി നമുക്ക് അൺഗ്രൂപ്പ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഈ പോർഷൻസിന് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ വേണ്ട ഭാഗത്തൊക്കെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ സെലക്ട് ചെയ്ത് കളർ സ്വാച്ചസിൽ വന്ന് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അൺഗ്രൂപ്പ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഏത് ഏരിയാസ് വേണമെങ്കിലും നമുക്കിതുപോലെ സെലക്ട് ചെയ്ത് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള സിംബൽസ് ലൈബ്രറികൾ നമുക്കിതിൽ അവൈലബിൾ ആണ്. ലോഡ് നെക്സ്റ്റ് സിംബൽ ലൈബ്രറി എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള സിംബൽസ് നമുക്കിതിൽ കാണാൻ സാധിക്കും.
മുൻപ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ടൈം എടുത്ത് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ടൂൾസിനെയാണ് പരിചയപ്പെടുന്നത്. ഈ സിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ആ ടൂൾസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം എങ്ങനെയാണത് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നാച്ചുറൽ സിമ്പിൾ ലൈബ്രറിയിൽ നിന്ന് ഒരു ഗ്രാസ് സെലക്ട് ചെയ്ത് ഫസ്റ്റത്തെ ടൂളായിട്ടുള്ള സിമ്പിൾ സ്പ്രേ ടൂൾ സെലക്ട് ചെയ്ത് ആ ഒരു ഗ്രാസിനെ കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു വർക്കിലേക്ക് സ്പ്രേ ചെയ്യുന്നത് പോലെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ആ ഒരു ഗ്രാസ് സിമ്പിൾസിനെ സ്പ്രേ ചെയ്തുകൊണ്ട്, അതായത് മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു ക്യാൻവാസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ജസ്റ്റ് ടൂൾ ഉപയോഗിച്ച് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട സിമ്പിൾസ് സെലക്ട് ചെയ്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ പകരമായിട്ടാണ്. ഓരോ സിമ്പിൾസിനെയും നമ്മൾ ആൾട്ട് പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുന്നതിന് പകരം നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സിമ്പിൾ ലൈബ്രറിയിലുള്ള എല്ലാ സിമ്പിൾസും നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്പ്രേ ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു സെക്ഷനിൽ നെക്സ്റ്റ് വരുന്നൊരു ടൂളാണ് സിമ്പിൾ ഷിഫ്റ്റർ ടൂള്. സിമ്പിളാണ്, പേര് പോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ സിമ്പിൾസിനെ പല ഭാഗങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ബട്ടർഫ്ലൈസിനെ പല ഭാഗങ്ങളിലേക്ക് ഈ ടൂൾ ഉപയോഗിച്ച് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. സിമ്പിൾ ഷിഫ്റ്റർ ടൂളിന് ശേഷം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു ടൂളാണ് സിമ്പിൾ സ്ക്രഞ്ചർ ടൂള്. പേര് കുറച്ച് കട്ടിയാണെങ്കിലും സംഗതി സിമ്പിളാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫിഷിൻ്റെ സിമ്പിൾ സ്പ്രേ ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുകയാണ്. സിമ്പിൾ സ്ക്രഞ്ചർ ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സിമ്പിൾസിൻ്റെ ഗ്യാപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു തിക്നെസ്സുകൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു ടൂൾ എടുത്ത് ഈ ഫിഷസിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഇൻബിറ്റ്വീനായിട്ടുള്ള ഗ്യാപ്പുകളെല്ലാം കുറഞ്ഞ് കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ട് ആ ഗ്രൂപ്പ്. അപ്പോൾ അത്തരത്തിൽ സിമ്പിൾസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ സ്ക്രഞ്ചർ ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൂൾ നമുക്ക് പരിചയപ്പെടാം. അതിനുവേണ്ടി ഒരു ലീഫിൻ്റെ സിമ്പിൾ എടുത്ത് ഞാനിവിടെ ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സിമ്പിൾ സൈസർ ടൂളാണ്. സിമ്പിൾ സൈസർ ടൂള് ടൂളിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ് അതിൻ്റെ യൂസ് എന്നുള്ളത്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സിമ്പിൾസിനെ റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിമ്പിൾ വലുതായി വരുന്നത് കാണാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വർക്കിൽ ഇതുപോലെ ഫ്ലൈ ചെയ്ത് നിൽക്കുന്ന കുറച്ച് ലീവ്സ് വേണം. പക്ഷേ ആ എല്ലാ ലീവ്സും ഒരേ സൈസിൽ അല്ലെങ്കിൽ ആ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെ വേണ്ട. ചിലത് നമുക്ക് സൈസ് കൂടിയിട്ട് വേണം, ചിലത് കുറഞ്ഞിട്ട് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സിമ്പിൾ സൈസർ ടൂൾ വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സിമ്പിൾ സൈസർ ടൂളിന് ശേഷം ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് നെക്സ്റ്റ് മനസ്സിലാക്കാനുള്ളത് സ്പിന്നർ ടൂൾ, അതായത് സിമ്പിളിനെ സ്പിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സിമ്പിൾസിനെ ഒരേ യൂണിഫോമിറ്റി വേണ്ട, കുറച്ചൊക്കെ ചെറുതും വലുതും അതുപോലെ തിരിച്ചൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്പിന്നർ ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ആ ടൂൾ എടുത്തിട്ട് ആ ഒരു സിമ്പിൾസിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു കാറ്റഗറിയിൽ പരിചയപ്പെടാനുള്ളത് സിമ്പിൾ സ്റ്റെയിനർ ടൂളാണ്. സ്റ്റെയിനർ ടൂള് ഞാൻ എക്സാമ്പിളിലൂടെ ആ ടൂളിനെ പരിചയപ്പെടുത്താം. ഇവിടെ മുകളിൽ കളർ പാലറ്റിൽ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്തു, ഒരു ഗ്രീനിഷ് കളർ സെലക്ട് ചെയ്ത് എന്നിട്ട് ആ ഒരു സിമ്പിൾസിൻ്റെ മുകളിലായിട്ട് അത് അപ്ലൈ ചെയ്തു. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ഒരു ഗ്രീൻ ടോണിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു യെല്ലോ കളർ സെലക്ട് ചെയ്ത് ബാക്കി വരുന്ന കുറച്ച് ലീഫിലേക്ക് ആ ഒരു കളർ അപ്ലൈ ചെയ്തു. വീണ്ടും മറ്റൊരു കളർ സെലക്ട് ചെയ്ത് ബാലൻസ് വരുന്ന ലീഫിൻ്റെ മുകളിലായിട്ടും ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ടൂളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു കളർ ടോണ് നമുക്ക് ആവശ്യമുള്ള ഒരു സിമ്പിൾ പാർട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മുൻപ് നമ്മളൊരു ഫ്ലവറിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് കളർ മാറ്റിയിരുന്നു, ഓരോ ഒബ്ജക്റ്റും സെപ്പറേറ്റ് ആക്കിയിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു കംപ്ലീറ്റ് ആ ഒരു സിമ്പിൾ കംപ്ലീറ്റ് തന്നെ സെലക്ട് ചെയ്ത് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് കളർ മാറ്റുന്ന മെത്തഡാണ് കാണിച്ചത്. ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഒരുപാട് യൂസുള്ള ഒരു ടൂളാണ് സിമ്പിൾ സ്റ്റെയിനർ ടൂള്. അതിനുശേഷം നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് സിമ്പിൾ സ്ക്രീനർ ടൂളാണ്. സിമ്പിൾ സ്ക്രീനർ ടൂള് നമ്മൾ പേജിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന സിമ്പിൾസിൽ ഒരു ട്രാൻസ്പെറൻറ്റ് എഫക്റ്റ് കിട്ടാനാണ് ഈ ഒരു ടൂള് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഞാൻ ഓരോ ലീഫിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും അത് ട്രാൻസ്പെറൻ്റ് ആയി മാറുന്നുണ്ട്. ഇപ്പോൾ ഈ വൈറ്റ് ബീജിയിൽ നിന്ന് മാറി ആർട്ട് ബോർഡിന് പുറത്തുള്ള ആ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റുമ്പോഴൊക്കെ തന്നെ നമുക്ക് ആ ചേഞ്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ സ്ക്രീനർ ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ,
കാറ്റഗറിയിൽ അവസാനമായി നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു ടൂളാണ് സിമ്പിൾ സ്റ്റൈലർ ടൂള്. സിമ്പിൾ സ്റ്റൈലർ ടൂള് അതായത് അഡോബി ഇല്ലസ്ട്രേറ്ററിൽ സിമ്പിൾസിനെ പോലെ തന്നെ ഒരുപാട് ഗ്രാഫിക് സ്റ്റൈലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രാഫിക് സ്റ്റൈലുകളെ ഈ സിമ്പിൾസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വിൻഡോ മെനുവിൽ ഗ്രാഫിക് സ്റ്റൈൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ദെൻ ഞാൻ സിമ്പിൾ കാറ്റഗറിയിൽ നിന്ന് ഒരു സർക്കിൾ ഷേപ്പ് ബട്ടൺ സെലക്ട് ചെയ്ത് ഒന്ന് എൻലാർജ് ചെയ്ത് അതിനുശേഷം നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഗ്രാഫിക് സ്റ്റൈൽ പാനലിൽ ഒരുപാട് സ്റ്റൈലുകൾ അപ്പിയർ ആയിട്ടുള്ളത് കാണാൻ സാധിക്കും. അതിലേതെങ്കിലും ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യുക. ദെൻ സിമ്പിൾ സ്റ്റൈലർ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള സിമ്പിളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഒരു സ്റ്റൈല് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന സിമ്പിളിലേക്ക് അപ്ലൈ ആയി. സോ ഇവിടെ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാഫിക് സ്റ്റൈലിനെ ഈ സിമ്പിളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൂൾ ഉപയോഗിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിൾ എന്നുള്ള ഈ ഒരു ഫംഗ്ഷനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് നമ്മൾ എന്താണ് സിമ്പിൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതിനുശേഷം സിമ്പിൾ ലൈബ്രറിയിലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പല തരത്തിലുള്ള സിമ്പിൾ ലൈബ്രറീസുകൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് നമ്മൾ നോക്കിയിട്ടില്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ഡിസൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള പല തരത്തിലുള്ള സിമ്പിൾസുകൾ ഇതിൽ അവൈലബിൾ ആണ്. ബട്ടൺസ് ആയിട്ടുള്ളതും അതുപോലെ ഐക്കൺസ്, സൈനേജുകൾക്ക് ആവശ്യമായത്, അതുപോലെ വെക്ടർ ഡ്രോയിങ്ങിന് ആവശ്യമായിട്ടുള്ള സിമ്പിൾസ്, ഇതൊക്കെ തന്നെ ഈ ഒരു ലൈബ്രറി കാറ്റഗറിയിൽ അവൈലബിൾ ആണ്. സോ ഞാൻ ഈ ഒരു പാർട്ടിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് വളരെ ഡീപ്പായിട്ട് പഠിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ഐക്കൺസ് വേണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ സിമ്പിൾസോ ബട്ടൺസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ആ ഡിസൈനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾസിനെ നമുക്ക് നമ്മുടേതായ സ്റ്റൈലിലേക്ക് മാറ്റിയെടുക്കാനുള്ള ടൂൾസും ഓപ്ഷൻസും ഒക്കെയാണ് അതിനുശേഷം നമ്മൾ പരിചയപ്പെട്ടത്. കളർ ചേഞ്ച് ചെയ്യുക, സൈസ് അറേഞ്ച് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. എനിവേസ് ഞാൻ ഈ ഒരു പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ ഈ സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു പാർട്ടുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.